അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും എങ്ങനെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 20ഓളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഞാൻ ഉപ്പാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നത്. അവോയ്ഡ് ചെയ്യാമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അത് നിർബന്ധമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസാണ്. അതും കൂടി ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഇതിലോട്ടൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് പുരട്ടി വയ്ക്കാം. അതിനുശേഷം ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു ഫ്രിഡ്ജിൽ ഞാനൊരു 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. എത്ര നേരം വേണമെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനനുസരിച്ച് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരത്തുള്ളൂ. ഒരു സൈഡ് നമുക്ക് റെഡിയാവുമ്പോൾ മറു സൈഡ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഇത് നമുക്ക് ആ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനിലും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.